ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി. തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത്. പോറ്റിയുമായി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നും പത്മകുമാർ മൊഴി നൽകി. ഡി ബിനോയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനോയ്, പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി അവസാനിക്കുന്നു. ഇതുവരെയുള്ള കൊടുത്ത മൊഴികളിൽ അല്ലെങ്കിൽ പത്മകുമാർ നൽകിയ മൊഴികളിൽ തന്ത്രിക്കെതിരെ കടുത്ത പരാമർശം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ തന്ത്രിക്കെതിരെ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പ്രതീക്ഷിക്കാമോ ബിനോയ്? കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ശബരിമലയുടെ തന്ത്രിമാർക്കെതിരെയാണ് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ എ പത്മകുമാർ മൊഴിയായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എ പത്മകുമാറിന് പരിചയപ്പെടുത്തി കൊടുത്തത് തന്ത്രിയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ അവസാനമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ ഷെയർ ഹോൾഡറാണെന്നും അതിനുപരിയായി വലിയ തരത്തിൽ ശബരിമലയ്ക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് തന്ത്രി പരിചയപ്പെടുത്തിയെന്നാണ് എ പത്മകുമാർ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, താൻ ശബരിമല പ്രസിഡന്റായി എത്തുന്നതിന് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും ഒപ്പം തന്ത്രിയുടെയും ഏറ്റവും അടുത്ത് ഇടപഴകിയിരുന്ന ഒരു ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുവഴി മാത്രമേ തനിക്ക് ബന്ധമുള്ളൂ എന്ന തരത്തിലാണ് പത്മകുമാർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. താനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ഒരു തരത്തിലുള്ള ബന്ധമോ സൗഹൃദമോ ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം മൊഴികൾ ഒന്നും തന്നെ പൂർണ്ണ തോതിൽ അന്വേഷണ സംഘം വിശ്വസിക്കുന്നില്ല. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കേസിൽ, അതായത് കട്ടളപ്പാളികളിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതുമായി എടുത്ത കേസിലാണ് ഇപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്തു വരുന്നത്. ചോദ്യം ചെയ്യലിനിടയിലാണ് തന്ത്രിക്കെതിരെ പറഞ്ഞെങ്കിൽ തന്നെയും തന്ത്രിക്ക് കൃത്യമായി ഇതിനകത്ത് ഈ പാളികൾ അല്ലെങ്കിൽ ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ ചെമ്പ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാനോ ഉള്ള അധികാരം ഇല്ല. ദൈവഹിതം അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള ജോലി മാത്രമാണ് തന്ത്രിക്കുള്ളത് എന്നാണ് തന്ത്രി പറയുന്നത്. അതനുസരിച്ച് ചെമ്പ് പാളികൾ നിറം മങ്ങിയ സാഹചര്യത്തിൽ അതിൽ സ്വർണം പൂശണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതിനപ്പുറത്തേക്ക് താനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഘടകവിരുദ്ധമായ തരത്തിലുള്ള മൊഴികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ എ പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. 4 മണിക്ക് അദ്ദേഹത്തിനെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അന്വേഷണം കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്കും ഒപ്പം മറ്റ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളിലേക്കും എത്തിച്ചേരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 2019 പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെ കൂടാതെ അന്ന് മെമ്പർമാരായിരുന്ന ശങ്കർദാസ്, അതുകൂടാതെ വിജയകുമാർ, ഈ രണ്ടുപേരെയും ചോദ്യം കേന്ദ്രത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളിലും ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ് എ പത്മകുമാർ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. തന്നെ മാത്രം കുറ്റപ്പെടുത്താൻ കാര്യമില്ല. എല്ലാ കാര്യങ്ങളിലും ബോർഡ് ഏകകണ്ഠേന എടുത്ത തീരുമാനങ്ങളായിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് പത്മകുമാർ വീണ്ടും പറയുന്നുണ്ട്. അജണ്ടയിൽ ഒപ്പിട്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അദ്ദേഹം വ്യക്തമായ തരത്തിൽ മറുപടി അന്വേഷണ സംഘത്തിന് നൽകി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് കസ്റ്റഡി കാലാവധി കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള ആളുകളിലേക്ക് അന്വേഷണം തുടങ്ങും എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇനി കൂടുതൽ നാളിലേക്ക് ഈ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കണം എന്ന് ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അടുത്ത ആഴ്ച തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അടുത്ത ഇടക്കാല റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ നൽകും എന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. നിലവിൽ എ പത്മകുമാറിന് ഈ കട്ടളപ്പാളിയിലെ ചെമ്പ് വിവാദവുമായി ബന്ധപ്പെട്ട് 8ാം പ്രതിയാണ്. ഇത് കൂടാതെ അന്ന് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ആളുകൾ, പ്രത്യേകിച്ചും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് കൊണ്ട് തന്നെ നിലവിൽ ജയശ്രീയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ജയശ്രീയെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ബോർഡ് നൽകിയ വിവരങ്ങൾ അതേപടി നടപ്പിലാക്കുകയാണ് താൻ ചെയ്തതെന്ന് ജയശ്രീ കോടതിയെയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ജയശ്രീയും ചോദ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും പൂർണ്ണമായ തോതിൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. കാളിദാസ്. ശരി, വ്യക്തമാണ്. ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്.